വല്ലാത്തൊരു പെടലിൽ പെട്ടിട്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് ടെക്നിക്സിൻ്റെ ഒരു സ്റ്റീരിയോ കാസറ്റ് ഡെക്കാണ്. 2 ഡെക്കൊക്കെ ഉള്ളൊരു സെറ്റാണ്. ഡോൾബിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടിലൻ സെറ്റാണ്. മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ RS-TR373 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാസറ്റിൽ നിന്ന് മറ്റൊരു കാസറ്റിലേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് കാസറ്റ് കോപ്പി ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്തെ ഏറ്റവും എന്താ പറയുക എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. പിന്നെ എന്താണ്, ഇത് പ്രീ ആംപ്ലിഫയർ ആണ്. ഇതിനകത്ത് ആംപ്ലിഫയർ അല്ല, ഇതിൽ നമുക്ക് വേറെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നല്ല പ്രീമിയം ഫിനിഷാണ്. ടെക്നിക്സിൻ്റെ മോഡലാണ്. എടുത്തു പറയേണ്ട കാര്യമില്ല, ടെക്നിക്സിൻ്റെ ആയതുകൊണ്ട് തന്നെ. അതിൻ്റെ തന്നെ ഒരുപാട് പോരായ്മകളുണ്ട്. അതായത് ഇതെല്ലാം സ്വിച്ചസ് എല്ലാം മെക്കാനിക്കലി അല്ല, ഇതെല്ലാം സോഫ്റ്റ് സ്വിച്ചാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു ലോക്കൽ സെറ്റുകളോ അല്ലെങ്കിൽ അഹൂജ പോലത്തുള്ള കാസറ്റൊക്കെ ഉള്ള കാസറ്റ് മെക്കാനിസം ഉള്ള ആംപ്ലിഫയറുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാർഡ് ടൈപ്പ് സ്വിച്ചാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഓൺ അല്ലെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ ഇജക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. കാസറ്റ് ഇടാതെ തന്നെ ഫോർവേഡും പ്ലേ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതെല്ലാം സോഫ്റ്റാണ്. ഇത് ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ബട്ടൺസ് എല്ലാം വർക്ക് ചെയ്യുള്ളൂ, പണ്ടത്തെ VCRൻ്റെ കൂട്ട്. അപ്പോൾ അത്രയും ടെക്നോളജി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ ഒരു എൻജിനീയറിങ് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആണ് അതിന് അത്രയും പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എടുക്കുക, ഒരു ബഡ്ജറ്റ് ഫോൺ എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ എടുക്കുന്നതെന്ന് പറയുന്ന പോലെയാണ് നമ്മൾ സാധാ കാസറ്റ് ഡെക്കുകൾ അന്ന് വാങ്ങിച്ചിരുന്നത്. ഇത് പ്രീമിയമാണ്, അത്യാവശ്യം നല്ല വില വരും. അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്ന ഒരു സെറ്റായിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നല്ലൊരു പണിയിട്ടിട്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് കൊണ്ടുവന്ന സമയത്ത് നല്ല മോശം കണ്ടീഷനിലായിരുന്നു. പക്ഷേ നമ്മളത് റീസ്റ്റോർ ചെയ്ത് അത് ക്ലീനൊക്കെ ചെയ്തെടുത്ത് തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് അകത്ത് എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. വയറിങ്ങും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൽ AC കേബിൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ട് പറയാം, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയാം, നമ്മുടെ എമർജൻസിയുടെ പിന്നാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. എമർജൻസിയുടെ കേബിൾ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഈ ഒരു ടൈപ്പ് കേബിളാണ് നമ്മൾ ഇതിൽ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കേബിളൊന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഇവിടുത്തെ എമർജൻസിയുടെ കേബിളാണ് ഞാൻ കുത്തിയപ്പോൾ സംഭവം ഓണായപ്പോൾ തന്നെ സമാധാനമായി. കാരണം നമുക്ക് പണിയൊന്നും വന്നില്ല. ഇത് സംഭവം ഓണാവുന്നുണ്ട്. പക്ഷേ ഓണായി ഇതിൻ്റെ പിഞ്ച് റോളറും ബെൽറ്റും എല്ലാം പോയി കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇവിടെ കിട്ടില്ല, ഒരു പാർട്സും ഇവിടെ കിട്ടില്ല. അതുപോലെ തന്നെ ഇത് പണിയാനും ആർക്കും അധികം അറിയത്തില്ല. നമ്മളൊക്കെ തൊട്ട് കളിച്ചിട്ടുള്ളത് സാധാ ഐലൻഡ് ടൈപ്പ് മെക്കാനിസം, ഫിലിപ്സ് ടൈപ്പ് മെക്കാനിസം ഒക്കെയാണ്. പക്ഷേ ഇത് വേറെ ലെവലാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലിരിക്കുകയാണ് സംഭവം. പക്ഷേ കണ്ടിട്ട് കളയാനും തോന്നുന്നില്ല, ആ രീതിയിലുള്ള ലുക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഓപ്പൺ ക്ലോസിൻ്റെ സ്വിച്ച്. ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മളിത് AC കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈ മോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പവർ ഓൺ ചെയ്തു. കിടിലൻ ഡിസ്പ്ലേ ആണ്, ഒരു രക്ഷയില്ല. ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അടിപൊളി ഡിസ്പ്ലേ. നമ്മൾ ഈ സാധാരണ സെറ്റുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, എക്സൈറ്റഡ് ആവും. സംഭവം കൊള്ളാം, നല്ല രസമുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനക്കമില്ല. ആക്ച്വലി ഇത് എനിക്ക് കിട്ടിയ സമയത്ത് ഇത് ഓപ്പൺ ക്ലോസും ആവുമായിരുന്നു. ഇതിൻ്റെ ഒരു അടപ്പൊക്കെ ഇളകി പൊട്ടിപ്പോയതായിരുന്നു. ഞാൻ എങ്ങനെയോ കയറ്റിയിട്ടു. പക്ഷേ ഈ സംഭവം ഇപ്പോൾ ഓപ്പൺ ക്ലോസ് ആവുന്നില്ല. ഞാൻ നോക്കിയ സമയത്ത് ഇതിന് സെപ്പറേറ്റ് മോട്ടർ, ഇപ്പം നമ്മുടെ ഒരു സാധാരണ മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ അതൊരു സിംഗിൾ മോട്ടറായിരിക്കും ഉള്ളത്. ഓപ്പൺ ക്ലോസും ഒക്കെ വരുന്ന സാധാരണ ഒരു സ്പ്രിങ്ങിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പണും ക്ലോസ് ചെയ്യുന്ന ഒരു മോട്ടറാണ്, പ്ലേ ചെയ്യുന്ന ഒരു മോട്ടറാണ്. പിന്നെ എക്സ്ട്രാ ഒരു മോട്ടർ ഉണ്ട്. ഒരു മെക്കാനിക്സ് തന്നെ 3 മോട്ടറെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കാണും. സാധാ ടൈപ്പ് സാധനമൊന്നുമല്ല, ഇത് ഇച്ചിരി കൂടിയ ഐറ്റമാണ്. അപ്പോൾ ആ ഒരു മോട്ടറിൽ നിന്നും അടുത്ത ഒരു ഫ്ലൈ വീൽ പോലെ എന്തോ ഉണ്ട്. അപ്പോൾ അടുത്തൊരു സ്റ്റാറിങ് കപ്പൊന്നും അല്ലെങ്കിൽ എന്താ പറയുക, പല്ലിൽ ഒരു ത്രെഡുണ്ട്, പല്ലുണ്ട്. ആ പല്ല് മൊത്തം തേഞ്ഞു പോയി. അപ്പോൾ ഇതിന് ഗ്രിപ്പ് കിട്ടുന്നില്ല. മോട്ടർ കറങ്ങുന്നുണ്ട്, പക്ഷേ ഈ 2 ഡെക്കിലും ഗ്രിപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഓപ്പണായി വരാത്തത്. ഇതിൻ്റെ ക്യാബിനഴിച്ച് നമ്മൾ കൈയിട്ട് പൊക്കുകയാണെങ്കിൽ ഇത് ഓപ്പണായി വരും. അങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഇല്ലാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ
ഇതിൻ്റെ സ്പെയർ ഒന്നും കിട്ടാനില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പൊടി വിദ്യകൾ ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇത് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനൊരു പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള സെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. വളരെ പ്രീഷ്യസ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. നല്ല ലുക്കുള്ള സെറ്റാണ്. അപ്പം ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ചെയ്യാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പരിപാടി അറിയാമെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. ഇതിൻ്റെ റിവ്യൂ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിലിവിടെ ഒരു റെക്കോർഡിംഗ് ലെവലുണ്ട്. അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിലൊരു ബ്ലൂടൂത്തിൻ്റെ ഇത് ആഡ് ചെയ്തിട്ട് ഇവിടെ ഒരു സിംഗിൾ എൻകോഡർ ഉപയോഗിച്ചിട്ട് ഇതിൽ തന്നെ വോളിയം, എൻകോഡറിനകത്ത് തന്നെ നമുക്ക് ബേസും ട്രിപ്പിളും കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റീരിയോ സെറ്റായിട്ട് ഉപയോഗിക്കാൻ ആണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ സ്പെയർ എവിടെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണെന്നറിയാം, എങ്കിലും എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.